ഖത്തറിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ദോഹ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 2 ദിവസങ്ങളിലായി 180-ലേറെ മത്സരങ്ങളാണ് ടൂർണമെന്റിൽ പൂർത്തിയായത്. കളി നടക്കുന്ന ദോഹയിൽ ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിൽ നിന്ന് വിശദവിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ്. അബ്ബാസ്, ടൂർണമെന്റിൽ ഇതുവരെ എത്ര മത്സരങ്ങൾ പൂർത്തിയായി? ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതൊക്കെ മത്സരങ്ങളാണ്? ദിവ്യ, ഈ മീഡിയ വൺ ദോഹ ഓപ്പണിൻ്റെ മൂന്നാമത്തെ ദിവസമാണിത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഏകദേശം 200ഓളം മത്സരങ്ങളാണ് ഇവിടെ പൂർത്തിയായത്, ഈ വേദിയിൽ പൂർത്തിയായത്. ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിലെ ഈ 8 കോർട്ടുകളിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 7 മണി മുതലാണ് ഇന്ന് ആരംഭിച്ചത്. ഇതിൻ്റെ പ്രാഥമിക റൗണ്ടുകളൊക്കെ പൂർത്തിയായി വരുന്നു. ഇനി നാളെ ഖത്തർ കായിക ദിനമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അന്നാണ് ഇതിൻ്റെ ഫൈനൽ വരുന്നത്. ഏതായാലും ഈ 8 ഗ്രൗണ്ടുകളിൽ 8 കോർട്ടുകളിൽ നിറഞ്ഞ പങ്കാളിത്തത്തോടു കൂടി കാണികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടെ ഈ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് കൂടെ ഇതിൻ്റെ സംഘാടകർ, അതിൻ്റെ അനുബന്ധ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് പരിപാടി? വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റാണ് ദോഹ ഓപ്പൺ. 350-ലധികം രജിസ്ട്രേഷൻ നമുക്ക് കിട്ടി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മാറ്റിവെക്കുന്നത്. മത്സരം കൂടുതൽ കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെമി ഫൈനലുകളും ക്വാർട്ടർ ഫൈനലും കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സമാപനം ഉണ്ടാവുന്നത്. അപ്പോൾ കൂടുതൽ ശക്തമായ മത്സരങ്ങൾ നമുക്ക് നാളെയും കൂടെ കാണാൻ സാധിക്കും. ഏതായാലും അല്ലേ, കട്ടക്കാണ് പോരാട്ടങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ തന്നെയാണ് തീർച്ചയായും ഈ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 160ഓളം മത്സരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. 200ഓളം മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. നാളെ തീപ്പാറുന്ന പോരാട്ടം എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ കാണാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു സൗകര്യം തന്നെയാണ് ഈ മീഡിയ ഓപ്പണിലൂടെ ആളുകൾക്ക് ലഭ്യമായിട്ടുള്ളത്. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? വളരെ സൂപ്പറായിരുന്നു. വളരെ സൂപ്പറായിരുന്നു. അപ്പം ഏതായാലും ഇവിടെ സമ്മേളിച്ച ആളുകൾ, ഇവിടെ സമ്മേളിച്ച രക്ഷിതാക്കൾ, കാണികൾ, സംഘാടകർ എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു മത്സരത്തിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു പവറിനെ കുറിച്ചിട്ടാണ്. ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന കട്ടക്ക് നിൽക്കുന്ന പോരാട്ടങ്ങളിലാണ്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി പേര് ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. 9 വയസ്സ് മുതൽ സീനിയേഴ്സ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമാകുന്നു. നാളെയാണ് ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത്. ഈ ഫൈനലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ്. നാളെ ഇവിടെ പൊതു അവധി ദിവസമാണ്. നാളെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നാളെ ഖത്തറിലെ സാമൂഹിക അതുപോലെ കായിക മേഖലയിലെ പ്രമുഖരൊക്കെ നമ്മുടെ ഈ പരിപാടിയുടെ സമാപന ചടങ്ങുകളിൽ പങ്കെടുക്കും. ഏതായാലും മൂന്നാം ദിവസത്തിലും മീഡിയ വൺ ദോഹ ഓപ്പൺ വിജയകരമായി അതിഗംഭീരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദിവ്യ.